DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 26 ഞായർ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, അടുക്കള പൊട്ടിപ്പൊളിഞ്ഞവർക്കും വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്തവർക്കുമൊക്കെ അടുക്കള പുതുക്കാൻ സർക്കാർ 75,000 രൂപ ധനസഹായം നൽകുന്നതാണ്. ഈ തുക തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. ഈസി കിച്ചൺ എന്ന് പറയുന്ന ഈ പദ്ധതി തദ്ദേശ വകുപ്പാണ് നടപ്പാക്കുന്നത്. പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പണം വകയിരുത്താൻ തദ്ദേശ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഫണ്ട് അനുസരിച്ച് അടുക്കളുടെ എണ്ണം തീരുമാനിക്കാം. വാർഷിക വരുമാനം പൊതുവിഭാഗത്തിൽ 2 ലക്ഷം രൂപയിലും പട്ടികജാതി വിഭാഗത്തിൽ 3 ലക്ഷം രൂപയിലും കൂടാത്തവരാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുവാൻ അർഹർ. പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധിയില്ല. ലൈഫ് ഉൾപ്പെടെ ഭവന നിർമ്മാണ പദ്ധതികളിൽ ലഭിച്ച വീടുകൾക്ക് ധനസഹായം ലഭിക്കില്ല. മെച്ചപ്പെട്ട അടുക്കളയുള്ളവർക്ക് അത് മോടി പിടിപ്പിക്കുവാനും തുക ലഭിക്കില്ല. ബലക്ഷയമുള്ളതോ പൊട്ടിപ്പൊളിഞ്ഞതോ ആയ തറ പൊളിച്ച് സിറാമിക് ടൈലിടാം. ഗ്രാനൈറ്റ് ഉപയോഗിച്ച് കിച്ചൺ സ്ലാബ് സജ്ജീകരിക്കൽ, MDF ഉപയോഗിച്ച് കിച്ചൺ കബോർഡ് നിർമ്മാണം, പ്ലാസ്റ്ററിംഗ്, അടുപ്പ് നിർമ്മാണം, സിങ്ക് സ്ഥാപിക്കൽ, 200 ലിറ്റർ വാട്ടർ ടാങ്ക്, പ്ലംബിംഗ്, പെയിന്റിംഗ്, സോക്ക് പിറ്റ് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് ഈ തുക ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, ബാങ്ക് നിക്ഷേപങ്ങൾ, ലോക്കറുകൾ എന്നിവയുടെ നോമിനേഷൻ സംബന്ധിച്ച് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന സുപ്രധാന ബാങ്കിംഗ് നിയമ ഭേദഗതികൾ നവംബർ 1 മുതൽ പ്രാബല്യത്തിൽ വരികയാണ്. ഡെപ്പോസിറ്റ് അക്കൗണ്ടുകൾക്ക് ഇനി മുതൽ ഒരേ സമയം അല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി പിന്തുടർച്ചാ രീതിയിൽ 4 പേരെ വരെ നോമിനിയായി ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അക്കൗണ്ട് ഉടമയുടെ സൗകര്യമനുസരിച്ച് ഒരേ സമയം വിവിധ നോമിനികളെ വയ്ക്കുകയോ ഒന്നിനു പുറകെ ഒന്നായെന്ന രീതിയിലോ നോമിനേഷൻ തിരഞ്ഞെടുക്കാം. ലോക്കർ സൗകര്യങ്ങൾക്ക് ഒന്നിനു പുറകെ ഒന്നായുള്ള നോമിനേഷൻ മാത്രമേ അനുവദിക്കൂ. 4 പേരെ വരെ നോമിനിയായി ഉൾപ്പെടുത്താനും മൊത്തം നിക്ഷേപത്തിന്റെ എത്ര ശതമാനം വീതം ഓരോ നോമിനിക്കും ലഭിക്കണമെന്ന് മുൻകൂട്ടി നിശ്ചയിക്കാനും ഇതിലൂടെ ഉപഭോക്താവിന് സാധിക്കും. ഈ രീതിയിൽ 4 പേരെ വരെ മുൻഗണനാക്രമത്തിൽ നോമിനിയായി നിശ്ചയിക്കാം. ആദ്യത്തെ നോമിനിയുടെ മരണശേഷം മാത്രമേ അടുത്ത നോമിനിക്ക് അവകാശം ലഭിക്കൂ. ഇത് പണമിടപാടുകളിൽ തുടർച്ച ഉറപ്പാക്കുകയും ചെയ്യും. അടുത്ത അറിയിപ്പ്, രാജ്യത്തെ ലക്ഷക്കണക്കിന് ആളുകൾ പെൻഷൻ വാങ്ങുന്നുണ്ട്. പെൻഷൻ വാങ്ങുന്നവർ വളരെ പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ പെൻഷൻ മുടങ്ങാൻ കാരണമാകും. അതായത്, പെൻഷൻകാർ എല്ലാ വർഷവും സമർപ്പിക്കേണ്ട ഒന്നാണ് ലൈഫ് സർട്ടിഫിക്കറ്റ്. പെൻഷൻ വാങ്ങിക്കുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിനാണിത്. മരിച്ചുപോയവർക്ക് വരെ പെൻഷൻ കിട്ടുന്നുവെന്ന വാർത്തകളുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു തട്ടിപ്പ് തടയുന്നതിനു വേണ്ടി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് വളരെ പ്രധാനമാണ്. എല്ലാ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും EPFO പെൻഷൻകാരും എല്ലാ വർഷവും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ട്. പെൻഷൻ മുടക്കം കൂടാതെ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥയാണ് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ്. മരിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലേക്കോ വ്യാജ അക്കൗണ്ടിലേക്കോ തുക കൈമാറ്റം സംഭവിക്കില്ലെന്ന് ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. നവംബർ 30-നകം എല്ലാ പെൻഷൻകാരും ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം. ഇതിൽ വീഴ്ച സംഭവിച്ചാൽ അവർക്ക് ഡിസംബർ മുതൽ പെൻഷൻ സ്വമേധയാ നിലയ്ക്കും. ജീവൻ പ്രമാൺ പോർട്ടൽ അല്ലെങ്കിൽ ജീവൻ പ്രമാൺ ആപ്പ് വഴി പെൻഷൻകാർക്ക് വീട്ടിലിരുന്നു തന്നെ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാം. ആധാർ നമ്പർ, മൊബൈൽ നമ്പർ, ബയോമെട്രിക് ഉപകരണം എന്നിവ മാത്രമാണ് ഇതിന് വേണ്ടത്. അടുത്തുള്ള ബാങ്ക് ബ്രാഞ്ച്, പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ പൊതുസേവന കേന്ദ്രം സന്ദർശിച്ച് സർട്ടിഫിക്കറ്റ് ഓഫ്ലൈനായും സമർപ്പിക്കാൻ അവസരമുണ്ട്. ആപ്പ് വഴിയാണ് സമർപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഡിജിറ്റൽ രസീത് നമ്പർ ലഭിക്കും. ഭാവിയിലെ റെഫറൻസിനായി ഇത് സൂക്ഷിച്ചു വയ്ക്കണം. സ്മാർട്ട് ഫോണുകൾ ഇല്ലാത്തവരാണെങ്കിൽ അടുത്തുള്ള CSE കേന്ദ്രം സന്ദർശിച്ചും ഇത് ചെയ്യാം. മുതിർന്ന പൗരന്മാരുടെ സൗകര്യാർത്ഥം പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിക്കാൻ സർക്കാർ ബാങ്കുകൾക്കും പോസ്റ്റ് ഓഫീസുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നവംബർ 30-നകം ഈ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ഡിസംബറിലെ പെൻഷൻ നിലയ്ക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നതാണ്. തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുമെന്നാണ് ധനമന്ത്രി അറിയിച്ചത്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളാണ് വിതരണം ചെയ്യുക. ബാങ്ക് അക്കൗണ്ടുകളിൽ തുക ലഭിക്കുന്നവർക്കാണ് നാളെ മുതൽ അക്കൗണ്ടിലേക്ക് തുകയെത്തുക. വീടുകളിൽ പെൻഷൻ ലഭിക്കുന്നവർക്ക് മറ്റന്നാൾ മുതലോ അല്ലെങ്കിൽ ബുധനാഴ്ച മുതലൊക്കെയായിരിക്കും പെൻഷൻ വിതരണം സജീവമാവുക. കേന്ദ്രവിഹിതമുള്ളവർക്ക് ആ തുക കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടിലെത്തുക. പിന്നീട് നിശ്ചിത ഇടവേളയ്ക്ക് ശേഷം ആ തുകയും അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.